ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൃത്യമായ ഒരു മെസ്സേജ് കൊടുക്കുന്നത് അമേരിക്കയിൽ ഇനി ഒരു കാരണവശാലും ഇതേപോലെ ആൻറ്റി സെമറ്റിക് അതേപോലെ മറ്റു പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് അവർ ഇസ്ലാമിലോട്ട് ചേരുക അങ്ങനെ വലിയ വലിയ പ്രക്ഷോഭമായിരുന്നു. മനസ്സിലാക്കുക, അവിടെ വാട്സപ്പിനകത്ത് ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ചെയ്തവരുടെ പോലും ഡീറ്റെയിൽ എടുത്തിട്ട് അവരെ വരെയാണ് പുറത്താക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം 15,000 20,000 കുട്ടികളോളമാണ് കുട്ടികളെയും ഇതിനെ സപ്പോർട്ട് ചെയ്തവരെയാണ് പുറത്ത്. ആരൊക്കെയാണ് ഇതിന് ഫണ്ട് ചെയ്തത്, ഈ പ്രക്ഷോഭം ഇത്രമാത്രം കത്തി പടരാൻ വേണ്ടി ആരൊക്കെയാണ് സഹായിച്ച പുറത്ത് നിന്ന്, അധ്യാപകരാരൊക്കെയാണ്, മറ്റുള്ള വിഭാഗങ്ങൾ ആരൊക്കെയാണ്, അവർക്കെതിരെയും നടപടിയെടുക്കുകയാണ്. അവർ അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിൽ പോലും അവർക്കെതിരെ നടപടിയെടുക്കാനാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ തീരുമാനം. എക്സിക്യൂട്ടീവ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ. ഏകദേശം ഇന്ത്യൻ സ്റ്റുഡൻസ് 1000, 2000 വരുമെന്നാണ് അവിടെയുള്ള അമേരിക്കൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള അവിടുത്തെ സിറ്റിസൺ, അതേപോലെ മറ്റ് പല രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള സിറ്റിസൺ, അവരെ ഉൾപ്പെടെയാണ് അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കുക. അത്ര സീരിയസ് ഇഷ്യൂ ആയിട്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെ കാണുന്നത്.